നിങ്ങളുടെ ഈ തേനും കരളും ഒക്കെ ഒലിപ്പിക്കുന്ന ഭർത്താക്കന്മാരെ ഉണ്ടല്ലോ, ഇവരെ ഒരു സൂക്ഷിക്കണം കേട്ടോ. ഈ അടുത്ത സമയത്തൊരു സംഭവം നടന്നു. അതാരാണെന്നൊന്നും നമുക്ക് ഡീറ്റെയിൽ പറയാൻ പറ്റത്തില്ല, കാരണം എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളങ്ങനെ അത് ചിലവർക്കൊന്നും പുറത്ത് വിടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ പുറത്ത് വിടുന്നത് ശരിയല്ലല്ലോ. ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് പുറത്തായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നാട്ടിൽ വന്നു, യദൃശ്യമായിട്ട് ലീവിന് വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരനും വൈഫും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഒരു കൂട്ടുകാരി പുള്ളിക്കാരത്തിയെ കാണാൻ വന്നു. പുള്ളിക്കാരത്തി അറിയുന്നില്ല പുള്ളിക്കാരൻ വന്ന കാര്യമൊന്നും, കാരണം പുള്ളിക്കാരിക്കും ഒരു സർപ്രൈസ് കൊടുത്തുകൊണ്ടാണ് പുള്ളിക്കാരൻ വന്നത്. അപ്പോൾ പുള്ളിക്കാരി വന്നപ്പോൾ ഇതാരാണെന്നത് കൂട്ടുകാരിയാണെന്ന് പറഞ്ഞു. അടുത്ത സമയത്ത് പരിചയപ്പെട്ട കൂട്ടുകാരിയാണെന്ന് പറഞ്ഞു, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ആ ശരി വന്നു. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെട്ടു, സംസാരിച്ചുകൊണ്ടത് എപ്പോൾ വന്നു എങ്ങനെയൊക്കെ ചോദിച്ചു, കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ്, വന്ന ആളിനെ ഇങ്ങനെ നിർത്തി സംസാരിക്കുകയാണോ, അവിടെ ഇരുത്തി സംസാരിക്കുക, ഇരിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ മൂന്നുപേരും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പുള്ളിക്കാരത്തേക്ക് ചായ ഇട്ട് കൊടുക്കടാന്ന് പറയുന്നു. അങ്ങനെ വൈഫ് ചായ ഇടാനായിട്ട് ഇവിടെ പോയി കിച്ചണിലേക്ക് പോയ നേരം കൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി എന്ത് വിചാരിക്കുന്ന, കൂട്ടുകാരിയല്ലേ, ചേട്ടനോട് ജസ്റ്റ് കാര്യമൊക്കെ പറഞ്ഞിരിക്കണം. അവരുടെ മനസ്സിലെ വിശ്വാസമാണ്, എൻ്റെ കൂട്ടുകാരി എന്നെ ചതിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ചതിക്കില്ല എന്നുള്ള ഒരു